ഗസയിലെ ജനങ്ങൾ അതിജീവനത്തിൻ്റെ ഏറ്റവും അവസാന മുനമ്പിലാണുള്ളത്. ഒരുപക്ഷെ ആ ജനത പൂർണ്ണമായും ഇല്ലാതായേക്കും. നാളിതുവരെ 72,000-ലധികം ഫലസ്തീനികളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നു. അതിൽ കുട്ടികളും സ്ത്രീകളും വയോധികരുമുണ്ട്. ഹമാസുമായി ഉണ്ടാക്കിയ കരാർ നിരന്തരമായ ചതിയുടെയും വഞ്ചനയുടെയും കറപുരട്ടി മലിനമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. അതിർത്തികളിൽ ഇസ്രായേൽ പട്ടാളം അഹന്തയുടെ വേലികെട്ടി കാവലിരിക്കുകയാണ്. സിക്കിം കിസ്സുഫിം അതിർത്തികൾക്ക് പൂട്ടിട്ടിരിക്കുന്നു. ലോകമനസാക്ഷി മുഴുവൻ ഇറാനിലേക്കും ലബനാനിലേക്കും ശ്രദ്ധ നൽകിയപ്പോൾ ഗസയിൽ ഇസ്രായേൽ നടത്തിയ മനുഷ്യത്വരഹിത പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഫാക്റ്റ് ആൻഡ് ഫോക്കസ്. ചതിയും വഞ്ചനയും ശീലമാക്കിയ ഇസ്രായേൽ ഇപ്പോൾ ലോകത്തിൻ്റെ കണ്ണ് കെട്ടാൻ ശ്രമിക്കുകയാണ്. ഒരു ജനതയെ അതിഭീകരമായി പീഡിപ്പിക്കുന്ന ഇസ്രായേൽ തെമ്മാടിത്തരത്തെക്കുറിച്ചാണ് വിശദമായി പറയുന്നത്. 2025 ഒക്ടോബറിലായിരുന്നു ഹമാസുമായി ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടത്. ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച് ഏകദേശം 2 വർഷങ്ങൾക്കു ശേഷം. അപ്പോഴേക്കും 10,000-കണക്കിന് ഫലസ്തീനികളെ ഇസ്രായേൽ നിഷ്കരുണം കൊല ചെയ്തിരുന്നു. പൊതുമുതലുകളും സംവിധാനങ്ങളും ഏറെക്കുറെ നശിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ജീവൻ കയ്യിൽ പിടിച്ചോടുന്ന ആ ജനതയ്ക്ക് മറ്റൊരു സൗകര്യങ്ങളുമില്ലെന്ന് തന്നെ പറയാം. കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷവും അക്രമങ്ങൾ അവസാനിച്ചില്ല. എന്തിനേറെ പറയുന്നു, ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ബോംബാക്രമണങ്ങൾ നടത്തിയ 40-ൽ 36 ദിവസവും ഗസയിലും ഇസ്രായേൽ സമാന ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 5 ആഴ്ചകളിലായി 100-ലേറെ ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. 2025 ഒക്ടോബറിൽ കരാറിൽ ഏർപ്പെട്ടതിനു ശേഷം മാത്രം 2,400-ലധികം സൈനിക ലംഘനങ്ങൾ ഇസ്രായേൽ നടത്തിയതായാണ് ഗാസയിലെ ഗവൺമെൻറ് മീഡിയ ഓഫീസ് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ചിലതിലേക്ക് വരാം. ബോംബുകൾ കൊണ്ട് ആക്രമിച്ചു മതിയാകാതെ അവശ്യ സാധനങ്ങൾ നൽകാതെയും ആരോഗ്യ സംവിധാനങ്ങൾ നിഷേധിച്ചും തൊഴിലില്ലായ്മയിലേക്കും വിലക്കയറ്റത്തിലേക്കും തള്ളിയിട്ടും അതിപൈശാചികമായ തുടർ ക്രൂരതകൾ. ഗസയിലേക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന ട്രക്കുകളുടെ കണക്കുകളിൽ ഇസ്രായേൽ ചെയ്യുന്ന വഞ്ചനയെക്കുറിച്ച് ആദ്യം പറയാം. ദിനേന 100 കണക്കിന് ട്രക്കുകൾ ഗസയിലേക്ക് കടത്തിവിടുന്നുണ്ടെന്നാണ് ഇസ്രായേൽ ലോകത്തിന് മുന്നിൽ അവകാശപ്പെടുന്നത്. വെടിനിർത്തൽ കരാറ് പ്രകാരം 1,10,400 ആവശ്യ സാധനങ്ങളുടെ ട്രക്കുകൾ കടത്തിവിടാമെന്നായിരുന്നു ഇസ്രായേലിൻ്റെ വാക്ക്. എന്നാൽ ഗസ ഗവൺമെൻറ് മീഡിയ ഓഫീസിൻ്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 6 മാസങ്ങളിൽ ഗാസയിലേക്ക് കടന്നതാകട്ടെ വെറും 41,714 സഹായ വാണിജ്യ ട്രക്കുകൾ മാത്രമാണ്. ധാരണയിലെത്തിയതിൻ്റെ വെറും 37% മാത്രം. ദിനേന 600-ലേറെ ട്രക്കുകൾ ആവശ്യമുള്ളിടത്ത് വെറും 100 ട്രക്കുകൾ മാത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ അനുവദിക്കുന്നത്. 100 ട്രക്കുകൾ പോലും അനുവദിക്കുന്നില്ല എന്നത് ചിന്തിക്കാൻ പോലും വയ്യ. ഇതിലും തീർന്നില്ല വഞ്ചനയുടെ കഥകൾ. ഒരു ഇസ്രായേൽ ട്രക്ക് 32 മുതൽ 34 ടൺ വരെ സാധനങ്ങൾ വഹിക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരം ട്രക്കുകളിൽ സാധനങ്ങൾ അതിർത്തി വരെ കൊണ്ടുവരികയും ശേഷം ഫലസ്തീനിലെ ചെറിയ പഴകിയ ട്രക്കുകളിലേക്ക് സാധനങ്ങൾ മാറ്റുകയും ചെയ്യുന്നതാണ് വഞ്ചനയിലൊന്ന്. അതിലൂടെ ട്രക്കുകളുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കുകയും യുണൈറ്റഡ് നേഷൻസിൻ്റെ മുന്നിൽ കള്ളക്കണക്ക് നിരത്തുകയുമാണ് ഇസ്രായേൽ. ഇതിലും തീരുന്നില്ല. മിശ്രചരക്കുകൾ അനുവദിക്കാത്തതാണ് മറ്റൊരു ക്രൂരത. ട്രക്കിൽ സ്ഥലം ബാക്കിയുണ്ടെങ്കിൽ പോലും ഒരൊറ്റ ചരക്ക് മാത്രമേ ഒരു സമയം കൊണ്ടുപോകാൻ അനുവദിക്കൂ എന്ന കർക്കശധാർഷ്ട്യം. കരാറിൽ ട്രക്കെന്ന് മാത്രം പറഞ്ഞ സാഹചര്യത്തിൽ അളവിലും ഭാരത്തിലും എന്ന് തുടങ്ങി കഴിയുന്നതിലെല്ലാം വഞ്ചനയും ചതിയും പ്രയോഗിക്കുകയാണ് ഇസ്രായേൽ. എന്തിനെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നു മാത്രം: ഫലസ്തീൻ ജനതയോട് കാണിച്ച ക്രൂരതയൊന്നും ഇസ്രായേലിന് മതിയാകുന്നില്ല. ഇസ്രായേലിൻ്റെ ഒട്ടും മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ വിലക്കയറ്റത്തിൻ്റെയും തൊഴിലില്ലായ്മയുടെയും നടുക്കയത്തിൽ കൂടിയാണ് ഫലസ്തീൻ ജനത. ഒന്ന് ആലോചിച്ച് നോക്കൂ. ജോലി ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിൽ പോലും അവസരങ്ങളില്ല. സാധനങ്ങൾ വാങ്ങാൻ കഷ്ടപ്പെട്ട് പണം ഒപ്പിച്ചാൽ പോലും സാധനങ്ങൾ മാർക്കറ്റിൽ ലഭ്യമല്ല. കണക്കുകൾ പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് 80% അവശേഷിക്കുന്ന ഫലസ്തീനികൾക്കിടയിൽ ഉയർന്നത്. 1,60,000-ലധികം തൊഴിലവസരങ്ങൾ പൂർണ്ണമായും ഇസ്രായേൽ നശിപ്പിച്ചിരിക്കുന്നു. സാധനങ്ങൾ വിപണിയിലെത്തിയാലും 70 മുതൽ 80% കുടുംബങ്ങൾക്കും അത് വാങ്ങാൻ നിലവിൽ കഴിവില്ല. ഇവിടെയും തീരുന്നില്ല. ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളിൽ പരിക്കേറ്റ മനുഷ്യർക്ക് ആവശ്യമായ മെഡിക്കൽ സജ്ജീകരണങ്ങളും ചികിത്സയും കൂടി നിഷേധിക്കുന്നത് മനുഷ്യത്വരഹിത പ്രവർത്തനങ്ങളുടെ ഏത് തോതുകൊണ്ടളന്നാലാണ് കണക്കാക്കാൻ സാധിക്കുക. വെടിനിർത്തൽ കരാർ പ്രകാരം ആക്രമിക്കപ്പെട്ട ഫലസ്തീനികൾക്ക് ചികിത്സ തേടാനായി റഫ അതിർത്തി കടക്കാമെന്ന ധാരണയുണ്ടായിരുന്നു. കഴിഞ്ഞ 6 മാസങ്ങൾക്കിടയിൽ 36,800 ഫലസ്തീനികൾ ചികിത്സ തേടി റഫ അതിർത്തി കടക്കാൻ അനുമതി തേടിയപ്പോൾ വെറും 2,703 പേർക്കാണ് അനുമതി ലഭിച്ചത്. ഗുരുതരമായി പരിക്കേറ്റവരിലും ദീർഘകാല രോഗികളിലും വെറും 8% പേർക്കാണ് ചികിത്സക്കായി പുറത്തു പോകാൻ കഴിഞ്ഞത്.
ഏറ്റവും ക്രൂരമെന്നും പൈശാചികമെന്നും പറഞ്ഞാലൊന്നും വാക്കുകൾ തികയാതെ വരുന്ന സമാനതകളില്ലാത്ത അക്രമമാണ് ഇസ്രായേൽ ഫലസ്തീൻ ജനതയ്ക്ക് നേരെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിർത്തികൾ തുറക്കാനും തങ്ങൾക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കാനും ലോക ജനത കഴിയുന്ന രീതിയിലെല്ലാം ആവശ്യപ്പെടണമെന്നാണ് ഫലസ്തീനികൾ മാസങ്ങളായി നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അറിയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എന്തു ചെയ്തു, എന്ത് ചെയ്യുന്നുണ്ട് എന്നീ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരമില്ലെങ്കിൽ ഹൃദയമുള്ളൊരു മനുഷ്യനാണ് നമ്മളെന്ന് പറയാൻ സാധിക്കില്ല. നമ്മൾ അവരോട് ഐക്യപ്പെട്ടുവോ? കഴിയുന്നത് ചെയ്തു നൽകിയോ? നമ്മളോട് തന്നെ ചോദിക്കാം.